എടാ ഇനി എന്തൊക്കെ വേണോടാ? എന്തൊക്കെയായിരുന്നു? ഇഞ്ചി പൂണ്ട് പേസ്റ്റ് അതാ എടുത്ത് കൊടുത്ത. ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവരത് എടാ തീ കത്തുന്നടാ അല്ല അവിടെ മണ്ടന്മാരെ. ആരാടാ കൊണ്ടിട്ടെ? എടുത്ത് മാറ്റണം മോനെ. ഇവർ നമ്മളെ ഫയർഫോഴ്സിന് പിടിച്ച് കൊടുക്കും. ഈ കൈക്കല്ലേടാ മിക്സ് ചെയ്യുന്ന പൊട്ട. ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹമോർ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ് ഇത്. അറേബ്യൻസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹമോർ നമുക്ക് ഗ്രില്ല് ചെയ്യാം. ആദ്യമേ ഇതൊന്ന് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. CMA at Maharaja College. For more details 9746846750. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് നല്ലോണം കഴുകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെതമ്പലൊന്നും എടുത്ത് കളയണം ആദ്യമേ. ഇതിൻ്റെ തൊലി വേണമെങ്കിൽ കളയാവുന്നതാണ്, പക്ഷേ നമ്മളിപ്പം ഗ്രില്ല് ചെയ്യുമല്ലേ, അപ്പോൾ തൊലി കളയേണ്ട, നമുക്ക് ഈ ചെതമ്പലെടുത്താൽ മതി. ഈ വാലൊക്കെ നമുക്ക് വെച്ചേക്കാം, നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം കാണാൻ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ രണ്ടിൻ്റെയും ചെതമ്പൽ മൊത്തം നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ല രീതിയിൽ വരഞ്ഞെടുക്കണം നമ്മുടെ മസാല പുരട്ടാനെ കൊണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ മീൻ നല്ലോണം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ വരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മീനും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പുരട്ടാനെ കൊണ്ടൊരു മസാല ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ഒരു അരപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ എടുക്കുകയാണ്. ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തോണം, ഇച്ചിരി കൂടുതൽ ഉപ്പിടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്. ഞാനിതിപ്പോൾ ഒരു 50 ഗ്രാം ഇഞ്ചി പൂണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. എണ്ണ ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിൻ്റെ പുറത്തൊരിച്ചിരി എണ്ണ പറ്റണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മാത്രമല്ല ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലോണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനും പറ്റത്തുള്ളൂ. കൂടെ തന്നെ നമുക്ക് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഇമ്മണി വെള്ളം മതി, എന്നാലേ ഇതൊന്ന് കുഴവഴാന്നാകത്തുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ഉണക്കം ഇതേ മിക്സ് ചെയ്തേക്കാണ്. ഇനി നമുക്കിത് നമ്മുടെ മീനകത്തോട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് മീനിലോട്ട് പുരട്ടി കൊടുക്കാം. അതുമേ ചുമന്ന മീൻ തന്നെ എടുത്തേക്കാം. നല്ല രീതിയിൽ പുരട്ടണം. അപ്പോൾ നല്ലോണം അരപ്പ് പറ്റണം. വാല് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മുടെ മീൻ കാണാനൊരു രസമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കട്ട് ചെയ്ത്, അതായത് വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം അരപ്പ് കയറണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടൂ. ഉപ്പ് കൂടുതലിട്ടണം, എന്നാലേ മീനകത്തോട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. നമ്മൾ ഗ്രില്ല് ചെയ്യുമല്ലേ. ഉൾവശത്ത് നല്ലോണം പുരട്ടണം. അപ്പോൾ അടുത്ത മീനിലും തേച്ച് കൊടുക്കുക. അതിൻ്റെ ആ പള്ള ഭാഗത്തൊക്കെ നല്ലോണം പുരട്ടി കൊടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മീനകത്ത് ഇതേ അരപ്പ് നല്ലോണം നമ്മൾ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 1/2 മണിക്കൂർ ഇത് മാരിനേഷന് വെക്കണം. നല്ല രീതിയിൽ ഈ അരപ്പ് നമ്മുടെ മീനകത്ത് പറ്റണം. ഈ ഉപ്പും മുളകും എല്ലാം നല്ല രീതിയിൽ മീനകത്ത് പറ്റണം. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഗ്രില്ല് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രില്ലിനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കനൽ സെറ്റായി വന്നപ്പം. നമുക്ക് ആദ്യമേ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ എടുക്കാം. അപ്പോൾ മീൻ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഭയങ്കര ചൂടാണ് ഇവിടെ, അടുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല.
അപ്പം നമ്മൾ നല്ലോണം വെച്ചേക്കാണ്. ഇച്ചിരി അരപ്പ് പോയടത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത പരിപാടി ഇത് ക്ലോസ് ചെയ്യാം. നല്ല ചൂടുണ്ട്. നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് സെറ്റ് ചെയ്ത് മീനൊക്കെ വെച്ച് കൊടുത്തേക്കാണ്. നമുക്കിതൊരു 1/2-3 മണിക്കൂർ കൊണ്ട് കുക്കായി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പം കരിയാതെ ശ്രദ്ധിച്ചോണം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും കൊടുക്കണം. അടിപൊളിയായിട്ട് ഈ സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കണം. ഇതിൻ്റെ വേവ് ശ്രദ്ധിച്ചോണം നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഹമൂർ ഇതേ നമ്മൾ നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. I've been dreaming on in my head like I've seen it. A life worth living is a life. അപ്പോൾ നമ്മുടെ ഹമൂർ നമ്മൾ അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തേക്കാണ്. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അറേബ്യൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അവർ സ്ഥിരമായി ഗ്രില്ല് ചെയ്യുന്ന സാധനം ഹമൂറാണ്. നമ്മുടെ ഈ രീതിയിലായിരിക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മയോണൈസ് ടച്ച് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് എന്ന് പറയുന്നത്. അന്യായ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.